ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നുമാണ്. ഞാനൊരു ഫുഡ് ടെക്നോളജിസ്റ്റാണ്. സുരേഷ് കുമാർ സാറിൻ്റെ ഈ യോഗ ക്ലാസ്സിൽ ഈ ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 2024 ഓൾമോസ്റ്റ് ഒരു 5 months ഇപ്പോൾ ആവാൻ പോകുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ഫീഡ്ബാക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള യോഗ ക്ലാസ്സുകളെ അപേക്ഷിച്ച് ഇത് എൻ്റയർലി ഒരു ഡിഫറെൻ്റ് അപ്രോച്ചിലാണ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് മെയിൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമുക്കത് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ ലോകത്ത് എന്തുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളോ കുറേ കാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രയോജനമില്ല. കാരണം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾമോസ്റ്റ് അതിനെക്കുറിച്ച് നമ്മുടെ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ഇൻ നൗ എ ഡേയ്സ്, അപ്പോൾ അതെന്താണ്, നമുക്കതെങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായി വളരെ ഡീറ്റെയിൽ ആയിട്ടും കണിശമായും ഒരു സ്ട്രിക്റ്റായിട്ടും ഇന്നത് ചെയ്യണം, ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യണം. അപ്പോൾ അതുമാതിരി ഓരോ കറക്റ്റായിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്ന വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ ഓൾസോ ആക്ച്വലി ഒരു പ്രീസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇടയ്ക്ക് അമ്പലങ്ങളിലൊക്കെ പോകാറുള്ള കാരണം രാവിലെ മിക്കപ്പോഴും പല ക്ലാസ്സുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോഴൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പരമാവധി എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഇതിനകത്ത് നമുക്ക് സാറ് എല്ലാവരുടെയും കാര്യം ഓൾമോസ്റ്റ് ഇപ്പോൾ സപ്പോസ് ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരെയും ഒരേപോലെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സാറ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് സമയത്തും ഡൗട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ ഹെൽത്തിനെ കുറിച്ചോ എന്ത് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് സാറത് നമുക്ക് റിപ്ലൈ തരാറുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏത് സമയത്തിലും വിളിക്കാറുണ്ട്. അതാണ് സാറ് ഇപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന കാര്യം ഇതാണ്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും വിളിക്കൂ. നമ്മളെ ഒരു മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് ഒരു പുറകെ ഉണ്ട്, ഒരു കോൺഫിഡൻസ്, നമുക്ക് ഹൈ ലെവൽ ഓഫ് ബൂസ്റ്റിംഗ് കോൺഫിഡൻസ് നമുക്ക് ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും വരും. നമുക്ക് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരാൻ കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ ഒരു പുറകിലൊരു താങ്ങായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ പലപ്പോഴും ഓരോ ആളുകൾക്കും മടിയായിരിക്കാം എഴുന്നേൽക്കാനും പിന്നെ ഇത് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് സപ്പോസ് ജോയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ മൈൻഡ്, നമ്മുടെ ഡിസ്റ്റർബായിരിക്കുന്ന മൈൻഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കതാണ് മനസ്സിലായത്. നമ്മളുണ്ടായിരുന്ന ഒരു മടി, അല്ലെങ്കിൽ നമുക്കൊരു പ്രോംപ്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർക്കെങ്കിലും സപ്പോസ് ഇപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ട് സാർ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് സാറ് പറയുന്നുണ്ട്. സോ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു നിരാശ, അല്ലെങ്കിൽ എൻ്റെ പൈസ പോയല്ലോ എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു നിരാശപ്പെടേണ്ട യാതൊരു കാര്യവും ഇതിനകത്ത് വരില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ പർട്ടിക്കുലർ അയാളുടെ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണെങ്കിൽ തീർച്ചയായും സാറിൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ. നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സാറ് പറയുന്ന പോലെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ സാറിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.